പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയമുള്ളവരെ, അനുഗ്രഹത്തിൻ്റെ നല്ലൊരു ദിവസം ഈശോ നമുക്ക് നൽകി. ഒരു ദിവസത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടന്നു വന്നപ്പോൾ ഉറങ്ങുന്നതിന് മുൻപ് ഒരല്പനേരം ദിവ്യകാരുണ്യേശോയുടെ മുൻപിലായിരുന്ന് വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 18 മുതൽ 22 വരെയുള്ള വചനങ്ങളിൽ ഈശോ നമ്മോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നീ പറയുന്നതും, ഞാൻ ആരെന്നാണ് നിന്റെ കുടുംബത്തിലുള്ളവർ പറയുന്നതുമൊക്കെ. ഈശോയെക്കുറിച്ച് അറിയുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകണമെന്നും ഈശോ ആരാണ് എന്ന് എൻ്റെ കുടുംബത്തിലുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം ഒരപ്പനായ, അമ്മയായ, മകനായ, മകളായ നിനക്ക് പരസ്പരമുണ്ട് എന്ന് യേശുനാഥൻ നമ്മെ ഈ വചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നീ ഇത്രയും നാൾ ഒരപ്പനായി, അമ്മയായി ജീവിച്ചപ്പോൾ ഞാൻ ആരെന്നാണ് നിന്റെ മകന്, മകൾക്ക് നീ പഠിപ്പിച്ചു കൊടുത്തത്? ഞാൻ ആരെന്നാണ് അവർ പറയുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ഈ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചൊരു ആത്മശോധന നടത്തുവാൻ വേണ്ടിയാണ് ഈ രാത്രിയിൽ ഈശോ നമ്മോട് പ്രിയമുള്ളവരെ പറഞ്ഞു തരുന്നത്. ഞാൻ ആരാണ് എന്ന് നീ അനുഭവിച്ചിട്ട് ഞാൻ നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ് എന്ന് നിന്റെ മകന്, മകൾക്ക് നീ പഠിപ്പിച്ചു കൊടുത്തു? അതോ നീ ആ ഉത്തരവാദിത്വം മറ്റുള്ളവരെ മാത്രം ഏൽപ്പിച്ചിരിക്കുകയാണോ? ഒപ്പം ഞാൻ ആരാണ് എന്ന് നീ വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഉറങ്ങുന്നതിന് മുൻപ് ഞാൻ ഇത്രയും നാൾ ജീവിച്ച എൻ്റെ വിശ്വാസ ജീവിതത്തെ ഒന്ന് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ പലപ്പോഴും ഈശോയെ ഞാൻ പെരുമാറിയില്ല. പ്രത്യേകിച്ച് എൻ്റെ ആഗ്രഹമില്ലായ്മ നിമിത്തം ഈശോയെക്കുറിച്ച് അറിയുവാനായി ലഭിച്ച പല അവസരങ്ങളും ഞാൻ ഉപേക്ഷിച്ചു കളഞ്ഞിട്ടുണ്ടാവും. പരിശുദ്ധ കുർബാനയുടെ ബലിയർപ്പണത്തിൽ വന്നുപോയ കുറവുകൾ, ഏകാഗ്രതയില്ലാതെ പരിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുചേർന്നത്, ഈശോയെക്കുറിച്ച് അറിയുവാനായിട്ട്, ഈശോ എന്നെ അനുഗ്രഹിക്കുവാനായിട്ട് ദൈവം എനിക്ക് തന്ന എൻ്റെ കുടുംബത്തിലെ കാണപ്പെടുന്ന അടയാളമാണ് പരിശുദ്ധമായ ബൈബിൾ. ഈ വചന വായന ഞാൻ നഷ്ടപ്പെടുത്തിയപ്പോൾ എൻ്റെ ഈശോയെ, ഞാൻ ഈശോയെ അറിയുന്നതിന് ഞാൻ തന്നെ തടസ്സമാകുകയായിരുന്നല്ലോ. വചനം വായിക്കുവാനായി എൻ്റെ മക്കളെ ഞാൻ ഉപദേശിക്കാതിരുന്നപ്പോൾ എൻ്റെ മക്കൾക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഈശോയെ അറിയുവാനുള്ള സാധ്യതകളെ ഞാൻ കെടുത്തിക്കളയുകയായിരുന്നല്ലോ. കർത്താവെ, പാപബോധത്തോടുകൂടെ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുകയാണ്. എൻ്റെ കർത്താവെ, ഞാൻ എൻ്റെ ഈശോയെ പരിശുദ്ധമായ കുർബാനയുടെ പങ്കുചേരലിലൂടെ അനുഭവിക്കുവാൻ, ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ അനുഭവിക്കുവാൻ, പരിശുദ്ധമായ കുമ്പസാരമെന്ന കൂദാശയിലൂടെ ഈശോയെ, അങ്ങയുടെ കരുണയെ അനുഭവിക്കുവാൻ, വിശുദ്ധ വചന വായന വഴി ഈശോയെ അറിയുവാൻ, അങ്ങനെ ഞാൻ അറിയുന്ന, ഞാൻ അനുഭവിക്കുന്ന ഈശോയെ എൻ്റെ പ്രിയപ്പെട്ടവർക്കും പകർന്നു കൊടുക്കുവാൻ എനിക്ക് സാധിക്കണമേ. അങ്ങനെ ഈശോയെ കൊടുക്കുന്ന ഒരപ്പനായി, അമ്മയായി, മകനായി, മകളാക്കി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഉറങ്ങുവാൻ പോകാം. ദിവ്യകാരുണ്യ ഈശോയുടെ
അനുഗ്രഹം സ്വീകരിക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശ്വയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം. ഓ ദിവ്യകാരുണ്യേശ്വരേ, അങ്ങയെ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞ് എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും അങ്ങയെ പ്രഘോഷിക്കുവാനുള്ള കൃപ എനിക്ക് ഈശോയെ നൽകണമേ. ഈ രാത്രിയിൽ അങ്ങൻ്റെ കൂടെ ഉണ്ടാകണമേ. നാളത്തെ ദിവസത്തിൽ ദൈവമേ, എൻ്റെ ജീവിതം അങ്ങ് ആരാണ് എന്ന് പ്രഘോഷിക്കുന്ന ഒരു ജീവിതമാക്കി മാറ്റുകയും ചെയ്യണമേ. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.